ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും കോവിഡ് മഹാമാരി ആണെങ്കിൽ കൂടിയും ബലിപെരുന്നാൾ ആഘോഷിക്കാൻ ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ബലിപെരുന്നാൾ സ്പെഷ്യലായിട്ട് 2 മസാലക്കൂട്ടുകളുടെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇതുണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിലും എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്ന് നമ്മുടെ സാധാരണ ഗരം മസാലയും മറ്റൊന്ന് അറേബ്യൻ റെസിപ്പികളിൽ ഉപയോഗിച്ച് വരുന്ന അറേബ്യൻ മസാലയുമാണ് തയ്യാറാക്കുന്നത്. ഇപ്പം എല്ലാവരും കൂടുതലായിട്ടും അറേബ്യൻ റെസിപ്പികളിലാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പതിവ് പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ആദ്യം അറേബ്യൻ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ കുരുമുളക്, 1-2 അളവിൽ കറുകപ്പട്ട, പിന്നെ അതുപോലെ 2 ടീസ്പൂൺ നല്ല ജീരകം, 3 ടീസ്പൂൺ മല്ലി, 2 ടീസ്പൂൺ ഏലക്കായ, 1 ടീസ്പൂൺ ഗ്രാമ്പു. പിന്നെ വേണ്ടത് കറുകയില ഉണക്കിയത്, ബേലീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ വീട്ടിലുള്ള കറുകയില ഉണക്കിയെടുത്താൽ അത് ഏറ്റവും ബെസ്റ്റാണ്. ഞാനിപ്പോൾ വീട്ടിലുള്ള കറുകയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ പറയാൻ വിട്ടുപോയി, അത് ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിം ഉപയോഗിച്ച് നമുക്ക് എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ വറുത്തെടുക്കണം. കൈ ഇടവിടാതെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അടി കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. സ്പൈസസ് എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ 3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് ബ്രൗണിഷ് നിറമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്ക് വേറൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് ചൂടാറാൻ വെക്കണം. അതോടൊപ്പം തന്നെ സ്പൈസസ് ചൂടാക്കിയ അതേ പോട്ടിൽ തന്നെ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. അതെല്ലാം ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വെക്കുക. ഈ മസാലകളെല്ലാം നമുക്ക് 1-2 ദിവസം കൊണ്ട് നമുക്ക് എടുത്ത് തീർക്കേണ്ടതല്ലല്ലോ. അപ്പോൾ ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം നല്ല പോലെ തുടച്ചുണക്കിയതിന് ശേഷം വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ജാറൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തരികളൊക്കെ നമുക്ക് ഉണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ അത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നല്ല സ്പൈസി ആയിട്ടുള്ള അറേബ്യൻ മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അറേബ്യൻ മസാല അഥവാ മജ്ബൂസ് മസാല, കുഴിമന്തി മസാല എന്നൊക്കെ ഇതിനെ പേര് വിളിക്കും. അപ്പോൾ നമ്മുടെ അറേബ്യൻ റെസിപ്പികളായ കുഴിമന്തി, അതുപോലെ തന്നെ മജ്ബൂസ്, പിന്നെ അതുപോലെ തന്നെ അറേബ്യൻ കബ്സ ഒക്കെ തയ്യാറാക്കുന്നത് ഞാൻ ഈ ഒരു മസാല ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് നല്ലൊരു ഗ്ലാസ് ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് സൂക്ഷിക്കാം. ഒരു 3 മാസക്കാലത്തോളം റൂം ടെമ്പറേച്ചറിൽ ഒരു കേടുകൂടാതെയും സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഗരം മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഗരം മസാലയുടെ റെസിപ്പി കണ്ടിട്ട് വരാം. ഗരം മസാലയിലോട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 50 ഗ്രാം പെരുംജീരകം, 3 ടീസ്പൂൺ കുരുമുളക്, 2 അളവിൽ കറുകപ്പട്ട, 2 ജാതി പത്രി, 2 തക്കോലം, 1 ടീസ്പൂൺ ഗ്രാമ്പു, 2 ടീസ്പൂൺ ഏലക്കായ. ഗരം മസാലയുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് കുറച്ച് കൂടുതൽ എടുക്കേണ്ടത് പെരുംജീരകമാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്പൈസസ് എല്ലാം നന്നായിട്ട് ബ്രൗണിഷ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. അപ്പോൾ ഇതാ സ്പൈസസ് എല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ഗരം മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 മസാലയും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പെരുന്നാളൊക്കെ വരുമ്പോൾ സ്പെഷ്യലായിട്ട് നമുക്ക് പള്ളിയിൽ നിന്ന് ഇറച്ചിയൊക്കെ കിട്ടും. അപ്പോൾ അതിലോട്ടൊക്കെ ഒരുപാട് ആവശ്യം വരും. അപ്പോൾ ഇതുപോലെ മസാലയൊക്കെ തയ്യാറാക്കി ബൗളിലൊക്കെ അടച്ചു വെച്ച് സൂക്ഷിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും അഡ്വാൻസ് ബക്രീദ് ആശംസകൾ. അടുത്ത റെസിപ്പിയായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.